ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് NCERT 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. കഴിഞ്ഞ അധ്യായത്തിൽ ഡൈവേഴ്സിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി. ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡൈവേഴ്സിറ്റിയും ഡിസ്ക്രിമിനേഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നാണ് നോക്കാനായി പോകുന്നത്. ഒരാളെ അയാളാക്കുന്ന ചില ഘടകങ്ങളുണ്ടല്ലേ. സംസാരിക്കുന്ന ഭാഷ, കഴിക്കുന്ന ആഹാരം, ധരിക്കുന്ന വസ്ത്രം, സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ, ഇങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാണ് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഇവയെല്ലാം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിക്കൽ പരമായും ഹിസ്റ്റോറിക്കൽ പരമായും ഒരുപോലെ സ്വാധീനം ചെലുത്താറുണ്ട്. നമ്മുടെ ലോകത്ത് 8 പ്രധാന മതങ്ങളുണ്ട്. ഏതൊക്കെയാണവ? ഹിന്ദു മതം, ഇസ്ലാം മതം, ക്രിസ്ത്യാനിറ്റി, ജൂഡായിസം, ബുദ്ധിസം, ജൈനിസം, സിഖിസം, സൊറോആസ്ട്രനിസം. ഈ 8 മതങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുപോലെ ഇന്ത്യയിൽ 1600 ഭാഷകളും 100-ലധികം നൃത്തരൂപങ്ങളുമുണ്ട്. എന്നാൽ ഈ 100 നൃത്തരൂപങ്ങളൊന്നും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലല്ലേ. നമുക്കറിയാത്ത ഒത്തിരി നൃത്തരൂപങ്ങളുണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലുമായി. കുച്ചിപ്പുടി, ഭരതനാട്യം, കഥക്, മോഹിനിയാട്ടം, മണിപ്പൂരി, കഥകളി തുടങ്ങിയവയാണ് നമുക്കറിയാവുന്ന നൃത്തരൂപങ്ങളല്ലേ. എന്നാൽ 100 നൃത്തരൂപങ്ങളെക്കുറിച്ചൊന്നും നമുക്കറിവില്ല അല്ലേ. ഇവയൊന്നും സെലിബ്രേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവയൊന്നും നമുക്ക് അറിയാനായിട്ട് കഴിയാത്തത്. അപ്പോൾ ഇവയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ ഇന്ത്യ എത്രമാത്രം വൈവിധ്യമുള്ള രാജ്യമാണെന്നല്ലേ. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യ കൾച്ചറൽ, ആർട്ട്, ലാംഗ്വേജ്, റിലീജിയൻ, ഫെസ്റ്റിവൽ, ഫുഡ് എന്നിവയിലൊക്കെ ഒരു വൈവിധ്യം പുലർത്തുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. എങ്കിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ? നമ്മൾ കേരളത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് കരുതുക. അവിടെ ചെന്നപ്പോൾ കേരളത്തിലുള്ള ഒരാളെ നമ്മൾ കണ്ടുമുട്ടിയെന്നും കരുതുക. ആ വ്യക്തിയെ നമുക്ക് പരിചയമില്ല എങ്കിലും നമ്മൾ ആ വ്യക്തിയോട് അടുക്കുമല്ലേ. എന്താ കാരണം? ഭാഷയും കൾച്ചറും ഒന്നാണല്ലേ. എന്നാൽ കേരളത്തിലെ ആരെയും നമ്മൾ ആ സ്ഥലത്ത് കാണുന്നില്ല എന്ന് കരുതുക. ആ സ്ഥലത്തുള്ള ആരെങ്കിലും ഒരാളെ നമുക്ക് കൂട്ടായി കിട്ടിയെന്നിരിക്കട്ടെ. നമുക്ക് അവരോട് യോജിച്ചു പോകാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം അവരുടെ ഭാഷ നമുക്കറിയത്തില്ല, അതുപോലെ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഇങ്ങനെയുള്ള രീതിയിൽ നിന്നാണ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വേർതിരിവ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഇത്രയേറെ വ്യത്യസ്തതയും വൈവിധ്യവും ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ വേർതിരിവ് ഉണ്ടാകുന്നു. ഈക്വൽ സ്റ്റാറ്റസ് നമ്മൾ കാണാതെ സ്റ്റാറ്റസ് കുറഞ്ഞവരും സ്റ്റാറ്റസ് കൂടിയവരുമായി കാണുന്നു. നമ്മുടെ സംസ്ഥാനം വിട്ട് അടുത്ത സംസ്ഥാനത്തേക്ക് പോയാലും അവിടെയും ഒരു വേർതിരിവ് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. നമ്മുടെ സമൂഹത്തിൽ ചില പ്രത്യേക കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ ക്ലാസ്സിൽ വളരെ സാമ്പത്തികമായി ഉയർന്ന വീട്ടിലെ കുട്ടികളും വളരെ സാമ്പത്തികത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളും ഉണ്ടെങ്കിൽ പോലും അവിടെയും ഒരു ഡിസ്ക്രിമിനേഷൻ, പണത്തിൻ്റെ പേരിലുള്ള ഒരു വേർതിരിവ് ഉണ്ടാകുമല്ലേ. മതത്തെ എടുത്താലും ആഹാരത്തെ എടുത്താലും വസ്ത്രത്തെ എടുത്താലും മനുഷ്യൻ്റെ നിറത്തെ എടുത്താലും നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വെച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതിന് ഉദാഹരണം നോക്കാം. റൂറൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ. അപ്പോൾ അർബൻ പീപ്പിൾ എന്ന് പറഞ്ഞാലോ പട്ടണത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ. എന്നാൽ ഗ്രാമത്തിൽ ജീവിക്കുന്നവരെക്കുറിച്ച് നഗരത്തിൽ ജീവിക്കുന്നവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരും മോഡേൺ ടെക്നോളജി ഒന്നും അറിയാത്ത കൃഷിക്കാരെയാണ് നമ്മൾ ഗ്രാമീണർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനസംഖ്യയിൽ 50% കൂടുതൽ പേരും ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. അതുപോലെ അവർ അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നതുമില്ല. അതുപോലെ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നുമില്ല. 12 മുതൽ 14 മണിക്കൂറുകൾ വരെ അവർ വയലിലും തോട്ടങ്ങളിലും ജോലി ചെയ്യുന്നു. മാത്രമല്ല ഗ്രാമീണർ ജോലി തേടി നഗരങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാകുന്നു. എന്നാൽ നമ്മൾ പലരും ഗ്രാമത്തിലായിരിക്കും ജീവിക്കുന്നതല്ലേ. നമ്മൾ ഗ്രാമത്തിലുള്ളവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? എല്ലാവരും അന്ധവിശ്വാസികളാണോ? എല്ലാവർക്കും മോഡേൺ ടെക്നോളജി അറിയാത്തവരാണോ? പക്ഷേ ഗ്രാമീണർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത അന്ധവിശ്വാസികളായ ടെക്നോളജി ഒന്നും അറിയാത്ത ആൾക്കാരെയാണ് ഗ്രാമീണർ എന്ന് വിചാരിക്കുന്നത്. എന്നാൽ നഗരവാസികളെന്ന് ചിന്തിക്കുമ്പോഴോ അവിടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒന്ന് പണമാണല്ലേ. അതുപോലെ അവർക്ക് നല്ല സ്കൂള്, കോളേജ്, നല്ല റോഡുകൾ, നല്ല ഹോസ്പിറ്റലുകൾ ഇവയെല്ലാം ഉണ്ട്. അതുപോലെ കുടുംബങ്ങൾ പരസ്പരം വളരെ കുറച്ച് സമയമേ ചെലവഴിക്കുന്നുള്ളൂ. കാരണം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ, മക്കൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കൾ ഇരുവരും ജോലിയുള്ളവരുമായിരിക്കും. കാരണം നഗരത്തിൽ താമസിക്കുന്നത് വളരെ ചെലവേറിയതാണ്. ആളുകളുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം വാടകയ്ക്കും ഗതാഗതത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. ഇവയെല്ലാമാണ് ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് നഗരത്തിലുള്ളവരോട് പ്രെജുഡീസ് അഥവാ മുൻവിധി ഉണ്ടാകാം. എന്നാൽ പട്ടണത്തിലെ എല്ലാവരും പണക്കാരാണോ? അവിടെ പാവപ്പെട്ടവരില്ലേ? അതുപോലെ ഇൻകത്തിൻ്റെ വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ എന്താണ് പ്രെജുഡീസ്?
ഇനി നമുക്ക് പ്രെജുഡീസ് അഥവാ മുൻവിധി എന്താണെന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാളും കുറവുള്ളവരാണ് മറ്റുള്ളവർ, നമ്മുടെ മതത്തേക്കാളും താഴ്ന്ന മതമാണ് മറ്റുള്ളവരുടേത്, അതുപോലെ നമ്മളെക്കാൾ സാമ്പത്തികമായി താഴ്ന്നവരാണ് മറ്റുള്ളവർ, അതുപോലെ നമ്മളെക്കാൾ വിദ്യാഭ്യാസത്തിൽ കുറവുള്ളവരാണ് മറ്റുള്ളവർ, സമൂഹത്തിൽ നമുക്കാണ് ഉയർന്ന സ്ഥാനം, മറ്റുള്ളവർ നമ്മുടെ താഴെയാണെന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ടല്ലേ. മറ്റുള്ളവരെ നിഷേധാത്മകമായി വിധിക്കുകയും അവരെ താഴ്ന്നവരായി കാണുന്നതിനെയാണ് പ്രിജുഡീസ് അഥവാ മുൻവിധി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് എന്ത് നല്ല ഭാഷയാണെന്ന്. എന്നാൽ മറ്റ് ഭാഷകൾ അത്ര പ്രാധാന്യമല്ലെന്ന് കരുതുന്നവരുമുണ്ട്. മറ്റ് ഭാഷകളെ നെഗറ്റീവായി വിഭജിക്കുന്നു. തൽഫലമായി ഇംഗ്ലീഷ് ഒഴികെയുള്ള ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ ബഹുമാനിക്കാതെ വരുന്നു. ആദിവാസി, ദളിത് സമൂഹം, സ്ത്രീകൾ ഇങ്ങനെയുള്ളവരോടൊക്കെ തന്നേക്കാൾ കുറഞ്ഞവരാണവർ എന്നുള്ള ചിന്താഗതി നമ്മുടെ ഇടയിൽപ്പെട്ട ചിലരുടെ ഉള്ളിലുമുണ്ട്. അതിനെയാണ് പ്രെജുഡീസ് എന്ന് പറയുന്നത്. ഇത്തരം വ്യക്തികളെ പറ്റി നമുക്കൊന്നും അറിയില്ല എങ്കിലും മതം, നിറം, വസ്ത്രം എന്നിവയൊക്കെ നോക്കി നമ്മൾ അവരെ പ്രിജുഡീസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു വാക്കാണ് സ്റ്റീരിയോ ടൈപ്സ്. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു അജണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആൺകുട്ടികൾ കരയരുതെന്ന്. ഒരു ആൺകുട്ടി വീഴുകയോ മറ്റുള്ളവർ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ മാതാപിതാക്കളോ കുടുംബത്തിലെ അംഗങ്ങളോ വന്നവരെ ആശ്വസിപ്പിച്ച് പറയാറുണ്ടല്ലേ, കരയരുത്, നീ ഒരു ആൺകുട്ടിയാണ്, പെൺകുട്ടികളെപ്പോലെ ആൺകുട്ടികൾ കരയാനായിട്ട് പാടില്ല. ഇങ്ങനെ കേട്ട് വളർന്ന ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്ന് വിശ്വസിച്ച് വളർന്നു വരുന്നു. അങ്ങനെ ഒരു ആൺകുട്ടിക്ക് കരയണമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അവനെ സ്വയമായിട്ട് നിയന്ത്രിക്കുന്നു. കണ്ണുനീർ അഥവാ കരച്ചിൽ ഒരു ബലഹീനതയുടെ ലക്ഷണമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അതുപോലെ പെൺകുട്ടികളോടും ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് വളർത്തി വരുന്നുണ്ടല്ലേ. ആൺകുട്ടികളെപ്പോലെ മുടി വെട്ടാനായിട്ട് പാടില്ല, മരം കയറാനായിട്ട് പാടില്ല തുടങ്ങിയവ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്റ്റീരിയോ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ ചില ശാരീരിക വൈകല്യങ്ങളുള്ളവർ, ബ്ലൈൻഡ് ആയിട്ടുള്ളവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാത്തവർ, മാനസികമായി വളർച്ചയില്ലാത്തവർ തുടങ്ങിയ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടല്ലേ. അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ പലപ്പോഴും നമ്മളെക്കാൾ എന്തോ കുറവുള്ളവരാണ് അവരെന്ന് നമ്മൾ അവരെ പറ്റി ചിന്തിക്കുമല്ലേ. പക്ഷേ അവർ നമ്മളെപ്പോലുള്ള കുട്ടികളല്ലേ. അവർക്ക് ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ ചലഞ്ചസോ മെൻ്റൽ ചലഞ്ചസോ ഉണ്ടെന്ന് വെച്ച് അവർ കുട്ടികളാകാതിരിക്കുന്നില്ല. പക്ഷേ നമ്മൾ അവരെക്കുറിച്ചൊരു സ്റ്റീരിയോ ടൈപ്പ് വെച്ചിരിക്കുകയാണ്, നമ്മളെപ്പോലെ അവർക്ക് ഒന്നിനും പറ്റില്ല എന്ന്. പക്ഷേ അവരുടെ ക്വാളിറ്റി മറ്റെന്തെങ്കിലും ക്വാളിറ്റികൾ ഉണ്ടോ എന്ന് നോക്കാതെ ഇഗ്നോർ ചെയ്തിട്ടാണ് അവരെ ഇൻഡിവിജ്വലായി കാണാതെ അവരെ ഇൻഫിയർ ആക്കി കളയുന്നത്. നമുക്ക് ഒരാളുടെ ഇൻഡിവിജ്വൽ സ്റ്റാറ്റസ് കാണാനായി സ്റ്റീരിയോ ടൈപ്പായിട്ട് ഒരാളെ മനസ്സിൽ കണ്ടാൽ സാധിക്കുകയില്ല. നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. സിറ്റിയിൽ താമസിക്കുന്നവർക്ക് വീട്ടുജോലിക്കാരിയില്ലാതെ പറ്റത്തില്ല. സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്നവർ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർ, മീൻ വിൽക്കുന്നവർ, ഇവയൊന്നും നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് കാറ്റഗറിയിൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവരൊന്നുമില്ലാതെ ഒരു സമൂഹം നിലനിൽക്കുകയില്ല. നമ്മൾ നമ്മളെക്കാൾ മറ്റുള്ളവരെ തരം താഴ്ത്തി കാണുന്ന രീതിയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനിക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം അല്ലേ. ഒരു വിവേചനവുമില്ലാതെ സ്ത്രീ പുരുഷൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് സമൂഹത്തിലുള്ളവരായാലും ഇന്ത്യൻ സമൂഹത്തിൽ അവർ നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ്. എന്നാൽ നമ്മളെല്ലാവരും തുല്യരാണോ? സാമൂഹികപരമായും സാമ്പത്തികപരമായും സമത്വം നമ്മുടെ ഇടയിലുണ്ടോ എന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ മതിയല്ലേ. അടുത്ത ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അസമത്വം. അസമത്വം ഉണ്ടാകുന്ന ഒരു വ്യക്തിയെയോ അവൻ ചെയ്യുന്ന ജോലിയെയോ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നിടത്താണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നതെന്ന് ഈ ചാപ്റ്ററിലൂടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് റിലീജിയൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഡിസ്ക്രിമിനേഷൻ വരാറുണ്ട്. മറ്റ് കൾച്ചറിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ അടുത്തടുത്തായി താമസിക്കുകയാണ്. ഒരു മതത്തിലുള്ള ആൾക്കാർക്ക് മറ്റേ മതത്തിലുള്ളവരെ ഇഷ്ടപ്പെടാതെ വരികയാണ്. അയാൾ അടുത്ത് താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നത് ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു സാധാരണ സ്റ്റീരിയോ ടൈപ്പാണ് അവർക്ക് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന്. അതിനാൽ അവർ പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്ന്. എന്നാൽ ദരിദ്രർക്ക് വിദ്യാഭ്യാസം എത്തിക്കാൻ എവിടെയെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ അവിടെ പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ മുസ്ലിം സമൂഹം താല്പര്യം കാണിച്ചു. രണ്ടാമതായിട്ട് പണമാണ്. പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഡിസ്ക്രിമിനേഷന് കാരണമാകുന്നു. ചില ആൾക്കാരെ താഴ്ന്ന തട്ടിൽ നിന്ന് ഉയർന്നു വരാൻ അനുവദിക്കുന്നില്ല. ഉദാഹരണത്തിന്, അച്ഛൻ കർഷകനാണെങ്കിൽ മകനും കർഷകനായിരിക്കണം. മകനെ ഉയർന്നു വരാനായിട്ട് സമൂഹം അനുവദിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ചു നാൾ മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായി കാസ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞ് ആൾക്കാരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ്. ഒരാൾ ചെയ്യുന്ന ജോലി ഡിസ്ക്രിമിനേറ്റിൻ്റെ ഭാഗമാണ്.
കാസ്റ്റ് പോലും വർക്കിനെ ബേസ് ചെയ്താണ് വരുന്നത്. പണ്ട് കാലത്ത് ഒരു ലാഡർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മുകളിലത്തെ തട്ടിലെ ആളാണ് സുപ്പീരിയർ കാസ്റ്റിലുള്ള ആളുകൾ ചെയ്യുന്ന കുറച്ച് ജോലികളുണ്ട്. ക്ഷേത്രങ്ങളിലെ പൂജാരിയായിരിക്കാം, അതുമല്ലെങ്കിൽ കണക്കുകൾ എഴുതുക, ജമ്മിമാരായിരിക്കുക, കാര്യസ്ഥനായിരിക്കാം. അവരൊക്കെയാണ് സുപ്പീരിയർ കാസ്റ്റിലുള്ളവർ. ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ അൺടച്ചബിൾ എന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സുപ്പീരിയർ നിർദ്ദേശിക്കുന്ന ചില ജോലികളുമുണ്ട്. താഴ്ന്ന ജാതിക്കാരായ ആളുകൾക്ക് സ്വയം അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് ദളിത്. അവർ ഈ വാക്കിനെ തൊട്ടുകൂടാത്തവർ എന്ന രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. ദളിതർ എന്നാൽ തകർന്നവൻ എന്നാണ് അർത്ഥം. ഭരണകൂടം ഈ ഭാഗത്തെ പട്ടികജാതി അല്ലെങ്കിൽ SC എന്നാണ് വിളിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ താഴ്ന്ന ജാതിയിൽ നിന്നോ ഉയർന്ന ജാതിക്കാർ ഒത്തിരി സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. ഇന്ത്യക്കകത്ത് തന്നെ ഒത്തിരി സമരങ്ങൾ ഇക്വാലിറ്റിക്ക് വേണ്ടി നടന്നു. ഇന്ത്യയിലെ ഏറ്റവും മഹാനായ നേതാക്കളിൽ ഒരാളായ ഡോക്ടർ VR അംബേദ്കർ 1901 വെറും 9 വയസ്സുള്ളപ്പോൾ നടന്ന ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവേചന രാഷ്ട്രത്തെക്കുറിച്ചിട്ടുള്ള തൻ്റെ ആദ്യ അനുഭവം പങ്കുവയ്ക്കുകയാണ് ഇവിടെ. ആദ്യകാലങ്ങളിൽ ദളിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനോ പൊതുനിരത്തുകൾ ഉപയോഗിക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒത്തിരി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ, സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ എന്നിവ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അനുവദിച്ചിരുന്നില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നാഷണൽ ലീഡേഴ്സ് എല്ലാം ഇനിക്വാലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. അവർ ഈ ഇഷ്യൂവിനെ പരിഹരിച്ചു. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനിക്വാലിറ്റിക്ക് വേണ്ടി ഇക്വാലിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇക്വാലിറ്റിക്ക് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ഒരാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമാണ്. രണ്ടാമതായിട്ട് ഗവൺമെൻറ് ജോലി എല്ലാവരിലേക്കും തുറന്നു കൊടുത്തു. മൂന്നാമതായിട്ട് വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം നൽകി. നാലാമതായിട്ട് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും. അൺടച്ചബിലിറ്റി വലിയൊരു ക്രൈമായിട്ടാണ് ഭരണഘടന കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പരിഹാരമാണ് ഇനിക്വാലിറ്റിക്ക് വേണ്ടി നാഷണൽ ലീഡേഴ്സ് പറയുന്നത്. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നറിയപ്പെടുന്നു. ദളിതരുടെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവുമാണ് അംബേദ്കർ. ദളിത് സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടി. തൊട്ടുകൂടാത്തവരായി കണക്കാക്കപ്പെട്ടിരിക്കുന്ന മഹർ ജാതിയിലാണ് അദ്ദേഹം ജനിച്ചത്. മഹർ ദരിദ്ര ജാതിയായിരുന്നു. അവർക്ക് ജനിച്ച കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾ ചെയ്ത ജോലി തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രധാന ഗ്രാമത്തിൽ നിന്ന് പുറത്തുള്ള സ്ഥലങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. മഹർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായി കോളേജ് വിദ്യാഭ്യാസം നേടുന്ന വ്യക്തിയാണ് BR അംബേദ്കർ. കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലേക്ക് പോയി അഭിഭാഷകനായ ഡോക്ടർ അംബേദ്കർ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കാൻ ദളിതരെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വ്യവസ്ഥയിൽ നിന്ന് പുറത്തു പോകുന്നതിന് വിവിധ തരത്തിലുള്ള സർക്കാർ ജോലികൾ എടുക്കണമെന്നും അദ്ദേഹം ദളിതരോട് അഭ്യർത്ഥിച്ചു. ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ദളിതരുടെ നിരവധി ശ്രമങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പിന്നീടുള്ള ജീവിതത്തിൽ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് ചേർന്നു. ദളിതർ ജാതിക്കെതിരെ പോരാടുകയും ചുരുക്കം ചിലരോട് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശ്വസിച്ചു. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമായ സ്ട്രീവിംഗ് ഫോർ ഇക്വാലിറ്റിയെക്കുറിച്ച് നമുക്കിനി നോക്കാം. ഇക്വാലിറ്റി എന്ന കോൺസെപ്റ്റിലേക്ക് നമ്മുടെ രാജ്യം എത്തിയെന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരം. ഒത്തിരി ദളിതരായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി. പുരുഷന്മാരെ പോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും സ്ത്രീകൾക്ക് വേണമെന്ന് സ്ത്രീകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തി. കർഷകരും ഗോത്രവർഗക്കാരും പണമിടപാടുകാരുടെ പിടിയിൽ നിന്ന് സ്വയം ഈടാക്കുന്ന ഉയർന്ന പലിശയിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ പോരാടി. അങ്ങനെ പല സമരങ്ങൾ കൊണ്ട് ചേർന്നതായിരുന്നു സ്വാതന്ത്ര്യ സമരം. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടന എഴുതുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരെയും ഈക്വലായി കാണുന്ന ഭരണഘടന നിർമ്മിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നു. അതിനാൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു ദർശനവും ലക്ഷ്യവും സ്ഥാപിക്കുകയും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും തുല്യരായി കാണുകയും ചെയ്തു. എല്ലാ വ്യക്തികളുടെയും ഈ സമത്വം നമ്മളെ എല്ലാവരെയും ഇന്ത്യക്കാരായി ഒന്നിപ്പിക്കുന്ന ഒരു പ്രധാന മൂല്യമായി കാണുന്നു. അതുപോലെ എല്ലാവർക്കും തുല്യ അവസരങ്ങളും അവകാശങ്ങളും നൽകി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ 21 വയസ്സിന് മുകളിലുള്ളവർക്ക് വോട്ടവകാശം നൽകി. അത് സ്ത്രീ ആയാലും പുരുഷനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉയർന്ന ജാതിയിലുള്ളവനായിരുന്നാലും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായിരുന്നാലും എന്ത് ഡിഫറൻറ്റും ഉള്ളവരായിരുന്നാലും തന്നെ എല്ലാവർക്കും വോട്ടവകാശം നൽകി. അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയായി മാറിയത്. അതുപോലെ തൊട്ടുകൂടായ്മ ഒരു കുറ്റമായി കാണുകയും നിയമപ്രകാരം നിയമപരമായി നിർത്തലാക്കുകയും ചെയ്തു. ആളുകൾക്ക് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സർക്കാർ ജോലികളിൽ എല്ലാ ആൾക്കാർക്കും ലഭ്യമാക്കി. സമത്വത്തെ ഉറപ്പുവരുത്തുന്നതിൽ വൈവിധ്യത്തോടുള്ള ആദരവ് ഒരു പ്രധാന ഘടകമാണെന്ന് ഭരണഘടനയുടെ എഴുത്തുകാർ പറഞ്ഞു.
ജനങ്ങൾക്ക് അവരുടെ മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് അവർക്ക് തോന്നി. ജനങ്ങൾ അവരുടേതായ ഭാഷ സംസാരിക്കുക, അവരുടേതായ ഉത്സവങ്ങൾ ആഘോഷിക്കുക തുടങ്ങി ജീവിതത്തിൽ സകലത്തിനും സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുക തുടങ്ങിയ ആശയങ്ങൾ അവർ ഊന്നി പറഞ്ഞു. സർക്കാർ എല്ലാ മതങ്ങളെയും തുല്യരായി പരിഗണിക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ വിവിധ മതങ്ങളിലെയും വിശ്വാസങ്ങളിലെയും ആളുകളുള്ള മതേതര രാജ്യമായി ഇന്ത്യ മാറി. വിവേചനത്തെ ഭയപ്പെടാതെ അവരുടെ മതം ആചരിക്കാനും പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ മഹാരാജ്യത്തിന് ലഭിച്ചു. ഈ കാരണങ്ങളെല്ലാം നാം എല്ലാം ഒരുമിച്ച് ജീവിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഐക്യത്തിൻ്റെ പ്രധാന ഘടകമായി മാറി. ഈ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അസമത്വം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന് ഈ അധ്യായം ചൂണ്ടിക്കാണിക്കുന്നു. തുല്യത എന്നത് ഒരു സ്വയമേന്മയല്ല, മറിച്ച് നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണ്. യാതൊരു വേർതിരിവും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനായി സാധിക്കണം. എല്ലാവരും തുല്യരാണെന്നുള്ള രീതി നമ്മുടെ ഇടയിൽ വരണം. അങ്ങനെയുള്ള സമൂഹം വാർത്തെടുക്കാനാണ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ പിൻവലിക്കുന്ന രണ്ട് കാര്യങ്ങളായ നമ്മുടെ മനസ്സിലുള്ള പ്രെജുഡിസും സ്റ്റീരിയോടൈപ്പ് ഇമേജും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. എല്ലാ ഇന്ത്യക്കാർക്കും ഇത് യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങളുടെ പോരാട്ടങ്ങളും സർക്കാരിൻ്റെ ക്രിയാത്മക നടപടികൾ ആവശ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക.